ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവീസ് അമേസിംഗ് വേൾഡ്. ഇന്ന് നമുക്ക് മാത്സിൻ്റെ ഇൻസൈഡ് നമ്പേഴ്സ് എന്ന ചാപ്റ്ററിൽ 6th പാർട്ട് നോക്കാം. ഫാക്ടേഴ്സ്. 6 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2 അല്ലേ? 2ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണല്ലോ 6. 2 1s are 2, 2 2s are 4, 2 3s are 6. അപ്പോൾ 6 എന്ന് പറയുന്നത് 2ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. അനദർ വേ ഓഫ് സെയിങ് ദിസ് ഇസ് ദാറ്റ് 2 ഈസ് എ ഫാക്ടർ ഓഫ് 6. 6ന് 2ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറയുന്ന പോലെ തന്നെ നമുക്കിത് മറ്റൊരു രീതി പറയാം. എന്താണ്? 2 ഈസ് എ ഫാക്ടർ ഓഫ് 6. 6ൻ്റെ ഒരു ഫാക്ടറാണ് 2 എന്ന് പറയാം. എന്താ പറഞ്ഞേ? ആദ്യം പറഞ്ഞ എന്താണ്? 6 എന്ന് പറഞ്ഞത് 2ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. അങ്ങനെ പറയുന്നതും 2 എന്ന് പറയുന്നത് 6ൻ്റെ ഫാക്ടറാണെന്ന് പറയുന്നതും ഒരേ കാര്യമാണ്. സിമിലർലി 6 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. 6 3യുടെ മൾട്ടിപ്പിൾ ആണല്ലോ. 3 2s are 6 ആണ്. അപ്പോൾ 6 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. അതുപോലെ തന്നെ 3 ഈസ് എ ഫാക്ടർ ഓഫ് 6. 6 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 ആകുമ്പോൾ 3 എന്ന് പറയുന്നത് 6ൻ്റെ ഒരു ഫാക്ടർ ആകും. ദിസ് 2 and 3 ആർ ഫാക്ടേഴ്സ് ഓഫ് 6. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ 2 ഈസ് എ ഫാക്ടർ ഓഫ് 6 എന്ന് ആദ്യത്തെ ലൈനിൽ പറഞ്ഞില്ലേ? അതുപോലെ ദാ ഇവിടെ പറയുന്നു 3 ഈസ് എ ഫാക്ടർ ഓഫ് 6 എന്ന്. അപ്പോൾ അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് 2 and 3 ആർ ഫാക്ടേഴ്സ് ഓഫ് 6 എന്ന് പറയാം. 2ഉം 3ഉം എന്ന് പറയുന്നത് 6ൻ്റെ ഫാക്ടേഴ്സ് ആണെന്ന് പറയാം. സപ്പോസ് വി വോണ്ട് ടു ചെക്ക് വെദർ 45 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. നമുക്ക് ഒന്ന് ഇമാജിൻ ചെയ്യാം. ഇപ്പം നമുക്കൊരു കാര്യം ചെക്ക് ചെയ്യണം. 45 എന്ന് പറയുന്നത് 3യുടെ മൾട്ടിപ്പിൾ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. 3 ഷുഡ് ബി മൾട്ടിപ്ലൈഡ് ബൈ വാട്ട് ടു ഗെറ്റ് 45. അപ്പോൾ എന്താണ്? 3യുടെ മൾട്ടിപ്പിൾ ആണോ 45 എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? 3യുടെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ, ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ 45 കിട്ടും എന്ന് നമ്മൾ നോക്കണം അല്ലേ? അപ്പോൾ വി നീഡ് ഓൺലി ഡിവൈഡ് 45 by 3. അപ്പോൾ 45നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 ഇൻറ്റു ഡാഷ് ഇസ് ഈക്വൽ ടു 45 അല്ലേ? 3 ഇൻറ്റു ഡാഷ് ഇസ് ഈക്വൽ ടു 45. ആ ഡാഷിൽ ഏത് നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 45 കിട്ടുന്നതെന്നാണ് നമുക്കറിയേണ്ടത്. അതിനെന്ത് ചെയ്യണം നമ്മൾ? 45 ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ മതി. 45 ഡിവൈഡഡ് ബൈ 3 എത്രയാണ്? 15. This shows that 15 into 3 is equal to 45. അപ്പോൾ 3യുടെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ 45 കിട്ടുമെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്തിനാണ്? 3യുടെ ഒരു മൾട്ടിപ്പിൾ ആണോ 45 എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ എന്താ ചെയ്തേ? 45 ഡിവൈഡഡ് ബൈ 3 ചെയ്തു. 45 ഡിവൈഡഡ് ബൈ 3 എത്രയാണ്? 15 ആണ്. അപ്പോൾ നോക്കിക്കേ, 3 ഇൻറ്റു 15 എത്രയാണ്? 45. അപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ 3യുടെ കൂടെ എന്ത് ഇൻറ്റു ചെയ്തപ്പോഴാണ് നമുക്ക് 45 കിട്ടിയത്? 15 ഇൻറ്റു ചെയ്തപ്പോൾ. ഫ്രം ദിസ് വി ക്യാൻ സീ ദാറ്റ് 3 ഈസ് എ ഫാക്ടർ ഓഫ് 45. ഇതിനകത്ത് നമുക്ക് എന്ത് മനസ്സിലായി? 3 എന്നുള്ളത് 45ൻ്റെ ഫാക്ടറാണെന്ന് മനസ്സിലായി അല്ലേ? എങ്ങനെ മനസ്സിലായി? 3 ഇൻറ്റു 15, 3യുടെ കൂടെ ഏതെങ്കിലും നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 45 കിട്ടുവാണെങ്കിൽ എന്താണ്? 3യുടെ ഒരു മൾട്ടിപ്പിളാണ് 45 എന്ന് നമുക്ക് മനസ്സിലാവും. 3യുടെ മൾട്ടിപ്പിളാണ് 45 എങ്കിൽ നമുക്ക് അതിൽ നിന്ന് തന്നെ എന്ത് ഇൻഫർ ചെയ്യാൻ പറ്റും? 45 എന്ന് പറയുന്നതിൻ്റെ ഒരു ഫാക്ടറാണ് 3 എന്നുള്ളത് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? മനസ്സിലായല്ലോ കാര്യങ്ങൾ? ആദ്യം ഇത് ഒന്നും കൂടി ഒന്ന് കേട്ട് നോക്കണം. ഇച്ചിരി കൺഫ്യൂസിങ് ആയിട്ട് ആദ്യം തോന്നുമെങ്കിലും നന്നായിട്ടിരുന്നൊന്ന് ഒരു വട്ടോ 2 വട്ടോ കേട്ടാൽ നമുക്കത് ക്ലിയർ ആകും എന്താണെന്നുള്ളത്. മനസ്സിലായല്ലോ? ഇനി ഫ്രം ദ പെയർസ് ഓഫ് നമ്പേഴ്സ് ഗിവൺ ബിലോ ഫൈൻഡ് ദോസ് ഇൻ വിച്ച് ദ സെക്കൻഡ് നമ്പർ ഈസ് എ ഫാക്ടർ ഓഫ് ദ ഫസ്റ്റ് നമ്പർ. എന്താ പറഞ്ഞേക്കുന്നത്? താഴെ കുറച്ച് നമ്പേഴ്സ് കൊടുത്തേക്കുന്നുണ്ടോ? 12 6 55 45 7 എന്നൊക്കെ പറഞ്ഞ നമ്പേഴ്സ് കൊടുത്തേക്കുന്നുണ്ടില്ലേ? ഇതിനകത്ത് നിന്ന് എന്താ കണ്ടുപിടിക്കേണ്ടത്? സെക്കൻഡ് നമ്പർ ഈസ് എ ഫാക്ടർ ഓഫ് ഫസ്റ്റ് നമ്പർ. ആദ്യം കൊടുത്തേക്കുന്ന നമ്പറിൻ്റെ ഫാക്ടർ ആണോ സെക്കൻഡ് നമ്പർ എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് അവർ പറഞ്ഞേക്കുന്നത്. ആദ്യം നമുക്ക് 12ഉം 6ഉം നോക്കാം. അതിനകത്ത് എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? സെക്കൻഡ് നമ്പർ, അതായത് 6 എന്ന് പറയുന്നത് 12ൻ്റെ ഫാക്ടർ ആണോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താണ് 6 12ൻ്റെ ഫാക്ടർ ആണോ എന്ന് ചോദിക്കുന്നതും 6 12ൻ്റെ ഫാക്ടർ ആണോ എന്ന് ചോദിക്കുന്നതും 12 6ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചോദിക്കുന്നതും ഒരു കാര്യം തന്നെയല്ലേ? 6ൻ്റെ മൾട്ടിപ്പിൾ ആണോ 12? അതെ, 6 ഇൻറ്റു 2 ആണ് 12. അപ്പോൾ 6ൻ്റെ മൾട്ടിപ്പിൾ ആണ് 12. 6ൻ്റെ മൾട്ടിപ്പിൾ ആണ് 12 എങ്കിൽ 12ൻ്റെ ഫാക്ടർ അല്ലേ 6?
അതെ, അപ്പോൾ ആദ്യത്തെ നമ്പർ നമുക്ക് ക്ലിയറായി. എന്താണ്? ഫോർ സെക്കൻഡ് നമ്പർ ഈസ് എ ഫാക്ടർ ഓഫ് ദ ഫസ്റ്റ് നമ്പർ. ഇനി 55 സെക്കൻഡ് നമ്പർ, അതായത് 5 50യുടെ ഫാക്ടറാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 5യുടെ മൾട്ടിപ്പിൾ ആണോ 50? അതെ, 5 10s ആണ് 50. 5ൻ്റെ മൾട്ടിപ്പിൾ ആണ് 50 എങ്കിൽ 50യുടെ ഒരു ഫാക്ടറാണ് 5. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യനും കറക്റ്റാണ്. നെക്സ്റ്റ് ഇസ് 45 7. 7 എന്ന് പറയുന്നത് 45ൻ്റെ ഫാക്ടറാണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് 45 7ൻ്റെ മൾട്ടിപ്പിൾ ആണോ? 7ൻ്റെ മൾട്ടിപ്പിൾ ആണോ 45? 7 ഇൻറ്റു എനി നമ്പർ ചെയ്യുമ്പോൾ 45 കിട്ടുമോ? ഇല്ല. 7 6 42ഉം 7 7 49ഉമാണ്. അപ്പോൾ എന്തായാലും 45 എന്ന് പറയുന്നത് 7ൻ്റെ മൾട്ടിപ്പിൾ അല്ല. 7ൻ്റെ മൾട്ടിപ്പിൾ അല്ലാതെ വരുമ്പം 45യുടെ ഒരു ഫാക്ടറായിട്ട് 7 വരുമോ? വരത്തില്ല. 35 9. 9ൻ്റെ മൾട്ടിപ്പിൾ ആണോ 35? 9 ഇൻറ്റു എനി നമ്പർ ചെയ്യുമ്പോൾ 35 കിട്ടുമോ? ഇല്ല. അപ്പോൾ 9ൻ്റെ മൾട്ടിപ്പിൾ അല്ല 35 എങ്കിൽ 35യുടെ ഫാക്ടറും അല്ല 9. അപ്പം അതും തെറ്റാണ്. 62 8. 62ൻ്റെ ഫാക്ടറാണോ 8? അതായത് 8ൻ്റെ മൾട്ടിപ്പിൾ ആണോ 62? 8 ഇൻറ്റു എനി നമ്പർ ചെയ്യുമ്പോൾ 62 കിട്ടുമോ? കിട്ടത്തില്ല. അപ്പോൾ അതും തെറ്റാണ്. സെക്കൻഡ് നമ്പർ ഫസ്റ്റ് നമ്പറിൻ്റെ ഫാക്ടർ അല്ല. 42 6. 42ൻ്റെ ഫാക്ടറാണോ 6? അപ്പോൾ 6ൻ്റെ മൾട്ടിപ്പിൾ ആണോ 42? അതെ, 6 7s 42 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 6ൻ്റെ മൾട്ടിപ്പിൾ ആണ് 42. അപ്പോൾ 42ൻ്റെ ഫാക്ടറാണ് 6 എന്ന് നമുക്ക് കിട്ടിയല്ലോ. ലെറ്റ്സ് ഡ്രോ എ റെക്റ്റാങ്കിൾ. 12 is a multiple of 2 and 6. നമുക്കറിയാം 12 എന്ന് പറയുന്നത് 2ൻ്റെയും 6ൻ്റെയും മൾട്ടിപ്പിൾ ആണ് അല്ലേ. 2 6 are 12, 6 2s are 12 ആണ്. അപ്പോൾ 2ൻ്റെയും 6ൻ്റെയും മൾട്ടിപ്പിൾ ആണ് 12. സോ 2 and 6 are factors of 12. 12ൻ്റെ മൾട്ടിപ്പിൾ ആണ് 2ഉം 6ഉം എന്ന് പറയുന്ന പോലെ തന്നെ 12ൻ്റെ 2 and 6 എന്ന് പറയുന്നത് 12ൻ്റെ ഫാക്ടേഴ്സും ആണ് അല്ലേ. മനസ്സിലായല്ലോ. Does 12 have any other factors? How do we find out? അപ്പം നമുക്ക് മനസ്സിലായി 2ഉം 6ഉം എന്ന് പറയുന്നത് 12ൻ്റെ ഫാക്ടേഴ്സാണെന്ന് മനസ്സിലായി. ഇനി ഈ 12ന് വേറെ ഏതെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ? അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? കട്ട് ഔട്ട് 12 സ്ക്വയേഴ്സ് ഓഫ് സെയിം സൈസ്. അതായത് നോക്കിക്കേ, ഈ താഴെ കൊടുത്തേക്കുന്ന റോയിൽ കൊടുത്തേക്കുന്ന പോലെ 12 സ്ക്വയേഴ്സ് സെയിം സൈസുള്ള 12 സ്ക്വയേഴ്സ് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക. In what all ways we can arrange these 12 squares to construct different rectangles? ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഈ 12 സ്മോൾ സ്ക്വയേഴ്സിനെ എങ്ങനെയൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് റെക്റ്റാങ്കിൾസ് ഉണ്ടാക്കാം എന്നാണ് നോക്കുന്നത്. ആദ്യത്തെ നോക്കൂ, ഒരു റോയിൽ തന്നെ നമ്മൾ 12 എണ്ണം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു അല്ലേ. 1 × 12 അങ്ങനെ നമുക്ക് റെക്റ്റാങ്കിൾ ഉണ്ടാക്കാം. വാട്ട് ഇഫ് വി അറേഞ്ച് ദം ഇൻ 2 rows? നോക്കിക്കേ, 2 റോസിലായിട്ട് അറേഞ്ച് ചെയ്തേക്കും. നോക്കി, ആദ്യത്തെ റോയിൽ 1 2 3 4 5 6 എണ്ണം, താഴത്തെ റോയിലും 6 എണ്ണം. അപ്പോൾ അതൊരു റെക്റ്റാങ്കിൾ ഫോമിലായിട്ടുണ്ട്. അങ്ങനെ 12 എണ്ണത്തിനെ നമുക്ക് അറേഞ്ച് ചെയ്യാം. വി ക്യാൻ ഓൾസോ അറേഞ്ച് ദം ഇൻ 3 rows. അതുപോലെ ഇതാ നോക്കിക്കേ, 3 റോസിലായിട്ട് നമുക്കിതിനെ അറേഞ്ച് ചെയ്യാമല്ലോ. ആകെ മൊത്തം 12 കുഞ്ഞ് സ്ക്വയേഴ്സ് ഉള്ളത് 3 റോയിലായിട്ട്. ഒരു റോയിൽ 4 എണ്ണം വെച്ചിട്ട് 3 റോയിലായിട്ട് അറേഞ്ച് ചെയ്യുമ്പോഴും ഒരു റെക്റ്റാങ്കിൾ ഫോം ചെയ്യുന്നില്ലേ? എനി അതർ വേ ടു മേക്ക് റെക്റ്റാങ്കിൾ, ഇതല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ ചെയ്യാൻ പറ്റുമോ? ഫ്രം ദീസ് റെക്റ്റാങ്കിൾസ് വി സീ ദാറ്റ് 1 2 3 4 6 12 ആർ ഓൾ ഫാക്ടേഴ്സ് ഓഫ് 12. അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ റെക്റ്റാങ്കിളായിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്കിതിൽ നിന്നൊരു കാര്യം എന്താണ്? ഇതാ നോക്കിക്കുക, ആദ്യം ഒരെണ്ണം വെച്ച് ഒരൊറ്റ റോയിൽ 12 എണ്ണം അറേഞ്ച് ചെയ്തു. പിന്നെ 2 റോയിലായിട്ട് 6 എണ്ണം വെച്ച് അറേഞ്ച് ചെയ്തു. പിന്നെ 4 എണ്ണം വീതം 3 റോയിലായിട്ട് അറേഞ്ച് ചെയ്തു. അപ്പോൾ ഇതെല്ലാം ഈ 12ൻ്റെ ഫാക്ടേഴ്സാണ്. ഏതൊക്കെ? 1 2 3 4 6 and 12. Similarly, find all the factors of 24 and write them down. ഇനി ഇതുപോലെ തന്നെ 24ൻ്റെ ഫാക്ടേഴ്സ് എല്ലാം ഒന്ന് എഴുതി നോക്കിക്കേ. അതിനാദ്യം നമുക്ക് റെക്റ്റാങ്കിൾ വരച്ച് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. 24 വരുന്ന മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 24 വരുന്ന ഏതൊക്കെ ക്രിയകളുണ്ടെന്ന് വെച്ചാൽ അത് എഴുതി നോക്കിയാൽ മതി. 24ൻ്റെ ആദ്യം നോക്കൂ, 1 × 24 24 അല്ലേ? അതെ. അതുപോലെ 2 × 12 24 അല്ലേ? അതെ. 3 × 8 അതും 24 ആണ്. ഇനി 4 × 6 4 × 6ഉം 24 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കി? 24ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1 2
3, 4, 6, 8, 24 and 12 are the factors of 24. മനസ്സിലായോ എങ്ങനെ ചെയ്തതെന്ന്? അതായത് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 24 വരുന്ന ഏതൊക്കെ ക്രിയകളുണ്ട് അതെല്ലാം എഴുതണം. അതായത് 24 കിട്ടുന്നത് 1 ഇൻറ്റു 24 ആണ്. അപ്പം 1ഉം 24ഉം 24ൻ്റെ ഫാക്ടേഴ്സാണ്. 2 ഇൻറ്റു 12 24 ആണ്. അപ്പോൾ 2ഉം 12ഉം 24ൻ്റെ ഫാക്ടറാണ്. 3 ഇൻറ്റു 8 24 ആണ്. അപ്പോൾ 3ഉം 8ഉം 24ൻ്റെ ഫാക്ടർ. 6 ഇൻറ്റു 4 24 ആണ്. അപ്പോൾ 6ഉം 4ഉം 24ൻ്റെ ഫാക്ടേഴ്സാണ്. മനസ്സിലായോ അപ്പോൾ എങ്ങനെയാണ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്നതെന്നുള്ളത്? ഓക്കെ, അപ്പോൾ ഇതൊന്നും കൂടെ നിങ്ങൾ നോക്കുക. അപ്പോൾ ഇതിൻ്റെ കൺസെപ്റ്റ് ക്ലിയർ ആവും. ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.